ഹലോ എവരി വൺ. ഇത് ഞങ്ങൾ കാത്തിരുന്നൊരു ഹോളിഡേ ആണ് കേട്ടോ. കാരണം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്കൂളുകൾക്കും ഗവൺമെൻറ് ഹോളിഡേ കൊടുത്തു. ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഹോളിഡേ തരുന്നില്ലായിരുന്നു. ഒത്തിരി വിഷമിച്ച് എല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് സ്കൂളുകാരോട് പറഞ്ഞു സ്കൂൾ അടച്ചിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സ്കൂളുകാർ തീരുമാനിച്ചു സ്കൂൾ അടച്ചിടാൻ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഹോളിഡേ കിട്ടിയത്. എൻ്റെ സുഹൃത്തുക്കളെ ഒന്നും പറയേണ്ട, കുറേ വിഷമിച്ച ദിവസങ്ങളായിരുന്നു ആ സമയത്ത്. കാരണം നമുക്ക് ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനും ഒന്നും ഇല്ല ഇങ്ങനെ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക്. അപ്പോൾ അവിടെ എന്ത് ഫെസ്റ്റിവലാണോ ആ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു 10-15 ദിവസത്തെ ഹോളിഡേ മാത്രമേ നമുക്കുള്ളൂ സ്വന്തം എന്ന് പറയാൻ വേണ്ടി. അതുപോലും തരത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഹോളിഡേ കേട്ട പാടെ ഞങ്ങൾ പെട്ടിയും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഹോസ്റ്റൽ പൂട്ടേണ്ട ചുമതല ഞങ്ങൾക്കായിരുന്നു. കാരണം വാർഡൻ അപ്പം തന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ പെട്ടിയും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ പൂട്ടി താക്കോല് സേഫായിട്ടൊരു കടയിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി കയറി പോയി കേട്ടോ. അവിടെ ഞങ്ങൾ ഗണേഷ് ട്രാവൽസിൻ്റെ വണ്ടിയിലാണ് വരുന്നത് മംഗലാപുരം വരെ. മംഗലാപുരത്ത് ഞങ്ങൾ ട്രെയിനിലാണ് കണ്ണൂർക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് വിളിച്ച് ബസ്സിൽ കയറി. പിന്നെ രാത്രിക്ക് ബസ് ഫുഡ് കഴിക്കാൻ നിർത്തിയെങ്കിലും ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ രാവിലെ ട്രെയിനിൽ കയറി ഓടിപ്പിടിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ ട്രെയിൻ മിസ്സായിപ്പോയി. പിന്നെ അടുത്ത ട്രെയിനിൽ കയറിയിട്ടാണ് വന്നത്. ഭയങ്കര തിരക്കായിരുന്നു കണ്ണൂർ. എൻ്റെ ദൈവമേ, കണ്ണൂർ ഇറങ്ങി പിന്നെ കാല് കുത്താൻ സ്ഥലമുള്ളതെന്ന് പറയത്തില്ലേ, അതുപോലെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ ശരി, ബായ്. വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ.